ഇതുപോലെ ഷെയ്ക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മൊബൈൽ വീഡിയോ, ഞാൻ മൊബൈലിൽ ഷൂട്ട് ചെയ്തൊരു വീഡിയോ എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്തെടുക്കാമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. മൊബൈൽ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ക്രിയേറ്റീവായിട്ട് വീഡിയോകൾ ചെയ്യുന്നവർക്കും ഉപകാരപ്പെടുന്ന ഒരു അപ്ഡേറ്റാണിത്. നമ്മുടെ ഫോണിൽ തന്നെ ഉള്ള ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ ഇപ്പം സ്റ്റേബിൾ അല്ലാത്തൊരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാം, സ്റ്റെബിലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നമ്മൾ നേരത്തെ മൊബൈലിൽ എടുത്തിട്ടുള്ള വീഡിയോ തന്നെ ഇപ്പോൾ ക്ലിയർ അല്ല, ഇപ്പം കണ്ടില്ലേ ഷേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ സ്റ്റേബിൾ ചെയ്തെടുക്കാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഒന്ന്, ഇത് എൻ്റെ മൊബൈലിൽ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ഇത് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നടക്കുമ്പോൾ ഉള്ള ആ ഷേക്ക് വീഡിയോയിലുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഷേക്ക് ആയിട്ടുള്ള വീഡിയോസ് എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഫോണിൽ ഗൂഗിൾ ഫോട്ടോസ് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ടാവും, മിക്ക ഫോണിലും ഉണ്ടാവും. ഇല്ലാത്തവർ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഗൂഗിൾ ഫോട്ടോസ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഗാലറിയിൽ നിന്ന് ഇഷ്ടമുള്ളൊരു വീഡിയോ എടുക്കാം, വീഡിയോ സെലക്ട് ചെയ്യാം. നമ്മൾ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും നല്ല ഷേക്കുള്ള വീഡിയോ ആണ്, നേരത്തെ ഞാൻ കാണിച്ചില്ല. അതുപോലെ നമ്മൾ ഈ വീഡിയോയിൽ ടച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് 2 ഓപ്ഷൻസ് വരും, ഷെയർ, ഡിലീറ്റ്, എഡിറ്റ്. അപ്പോൾ ആ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം. ആ ഓപ്ഷൻ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ആദ്യം ഒരു ഇൻസ്ട്രക്ഷൻ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. ഓക്കെ കൊടുക്കാം നമുക്ക്. അതിനുശേഷം 2 ആ വോളിയം അതിൻ്റെ ഒരു സിമ്പിളും അതിനടുത്തായിട്ട് ഒരു സ്ക്വയറിലൊരു സിമ്പിൾ ഉണ്ടാകും, ആ സിമ്പിൾ എടുക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വീഡിയോ സ്റ്റെബിലൈസ് ആവുന്നുണ്ട്. നമുക്ക് വേറെ ഓപ്ഷൻസും ഉണ്ട്. വീഡിയോ ക്രോപ്പ് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാനും മറ്റേ എഡിറ്റിങ് ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട്. ഫ്രെയിം ചെയ്യാൻ പറ്റും. ഒന്ന് ഇപ്പോൾ സ്റ്റെബിലൈസ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സമയം എടുക്കും. വീഡിയോയുടെ ലെങ്ത് അനുസരിച്ചും ക്വാളിറ്റി അനുസരിച്ചും സമയം ഒരുപാട് എടുക്കുന്നതാണ്. ചെറിയ വീഡിയോയുടെയും കുറച്ച് സമയം എടുക്കത്തുള്ളൂ. വീഡിയോയുടെ ക്വാളിറ്റി സൈസൊക്കെ അനുസരിച്ചായിരിക്കും ഇതിന് സമയം എടുക്കുന്നത്. നോക്കാം, കുറച്ച് സമയം എടുക്കും.
അപ്പം നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സേവ് കോപ്പി എന്നുള്ള ഓപ്ഷൻ എടുക്കാം. ഒരിക്കലും ബാക്ക് എടുക്കരുത്. ബാക്ക് എടുത്ത് കഴിഞ്ഞാൽ ഡിസ്കാർഡ് വരും. ഡിസ്കാർഡ് ആയി കഴിഞ്ഞാൽ എഡിറ്റിംഗ് സേവ് ആവത്തില്ല. അപ്പം നമുക്കത് സേവ് കോപ്പി എന്നുള്ളൊരു ഓപ്ഷൻ ഏറ്റവും താഴെയുണ്ട്, അത് കൊടുക്കാം. അപ്പോൾ കൊടുക്കുമ്പോൾ തന്നെ വീഡിയോ ഫോൺ ഗാലറിയിലോട്ട് സേവ് ആവുന്നതാണ്. ക്യാൻസൽ ചെയ്ത കിട്ടില്ല, വീഡിയോ ഡിലീറ്റ് ആയി പോകുന്നതാണ്. ഗാലറിയിലോട്ട് സേവ് ആവുന്നതാണ്. വീഡിയോയുടെ സൈസ് അനുസരിച്ച് സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് സേവ് ചെയ്യുന്നതിന് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത്രയും സമയം വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ വീഡിയോ സേവ് ആയിട്ടുണ്ട്. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം എങ്ങനെയാണെന്ന്. ഗാലറിയിലോട്ട് പോകാം. ഗാലറിയിൽ നോക്കുമ്പോൾ കണ്ടോ, വ്യത്യാസം മനസ്സിലാവും. നല്ല ഷെയ്ക്കായിരുന്ന വീഡിയോ ആണ്. അപ്പം ഞാൻ ജസ്റ്റ് ഈ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി മാത്രം എടുത്തതാണ്. നല്ല രീതിയിൽ വീഡിയോ എടുക്കുന്നവർക്ക് അതിൻ്റെ വ്യത്യാസം നല്ല രീതിയിൽ മനസ്സിലാവും. വളരെയധികം വ്യത്യാസമുണ്ട്. നല്ല സ്റ്റേബിളാവുന്നതാണ് വീഡിയോ. ഇത്രയും വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് എഡിറ്റിങ്ങിനൊക്കെ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്, ഒരു അപ്ഡേറ്റാണ് ഗൂഗിളിൻ്റെ. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക.